നമ്മുടെ സർക്കാരുകൾ ഒരു കാലത്തും അഴിമതി മുക്തമായി നിലനിൽക്കുകയില്ലേ എന്നൊരു സംശയം എല്ലാ കാലത്തും എല്ലാ തലമുറയ്ക്കും ഉണ്ടായിട്ടുള്ളതാണ്. അത്തരമൊരു സംശയത്തിന്റെ സാധ്യത ഇപ്പോൾ എന്ത് എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്? പറയാം. ദുരന്തമുഖത്തായാലും യുദ്ധമുഖത്തായാലും അഴിമതിയുടെ കറകൾ, നിഴലുകൾ അങ്ങെങ്ങും പരന്നു കിടക്കുന്നത് നമ്മളെ ഒട്ടൊന്നുമല്ല അസ്വസ്ഥമാക്കുന്നത്. ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിലും അത്തരത്തിലുള്ള ചില അഴിമതിയുടെ നിഴലുകളാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ അതിന്റെ പിന്നാലെ വരുന്നുണ്ട് എങ്കിൽ തന്നെയും എന്താണ് ഇപ്പോഴത്തെ നിലവിലുള്ള പ്രശ്നമെന്ന് ലളിതമായി ഒന്ന് പറയാം. വയനാട് മുണ്ടക്കൈയിലും ചൂരൽമലയിലും ഒക്കെ ഉണ്ടായ ആ ഒരു അപകടമുണ്ടല്ലോ, ആ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടല്ലോ, അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ അങ്ങേയറ്റം കാര്യക്ഷമമായാണ് പ്രവർത്തിച്ചത് എന്ന കാര്യത്തിൽ ആർക്കും തന്നെ തർക്കമില്ല. എന്നാൽ ഇതുവരെയായിട്ടും കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് സംസ്ഥാന സർക്കാരിന് ഒരു തരത്തിലുള്ള സഹായങ്ങളും ഒരു തരത്തിലുള്ള ദുരന്ത നിവാരണ സഹായങ്ങളും ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്ന ചില വിവരങ്ങൾ കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അത് കണക്കുകൾ പെരുപ്പിച്ച് കാട്ടുവാൻ വേണ്ടി സർക്കാർ നടത്തുന്ന ശ്രമങ്ങളെ തുറന്നു കാട്ടുന്ന വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹൈക്കോടതിയിൽ സർക്കാർ തന്നെ നേരിട്ട് നൽകിയ ഒരു റിപ്പോർട്ടിലാണ് ഇത്തരത്തിലുള്ള കണക്കുകൾ ഉള്ളത് എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതായത് സർക്കാർ അവിടെ ദുരന്തമുഖത്ത് ദുരിതം അനുഭവിച്ച മനുഷ്യർക്ക് വേണ്ടി ചിലവാക്കിയതിനേക്കാൾ അധികമായ തുക അവിടെ വോളണ്ടിയർഷിപ്പിന് വേണ്ടി വന്ന ആളുകളുടെ ക്ഷേമത്തിന് വേണ്ടി മുടക്കി എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ മുടക്കിയ തുകയെ അതിന്റെ എത്രയോ ഇരട്ടി ആയി പെരുപ്പിച്ച് കാണിക്കുന്നു, ഇനി മുടക്കേണ്ട തുകയെ വല്ലാതെ ലുപ്തിച്ച് കാണിക്കുന്നു എന്നതാണ് ഈ റിപ്പോർട്ടിലെ ഞെട്ടിക്കുന്ന വസ്തുത. അതിൽ മൃതശരീരങ്ങൾ അടക്കം ചെയ്ത കണക്ക് പോലും അങ്ങേയറ്റം പെരുപ്പിച്ച് കാണിക്കുന്ന ഒരു നിലയാണ് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ആ കണക്കുകൾ എന്തൊക്കെയാണ് എന്നൊന്ന് പരിശോധിക്കാം. ദുരന്തമുഖത്തെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ 3 കോടി, വോളണ്ടിയർമാരുടെ ഗതാഗതത്തിന് 4 കോടി, അതുകൂടാതെ വോളണ്ടിയർമാരുടെ ഭക്ഷണ ചെലവ്, അതല്ലാതെ അവിടെ ഇറങ്ങിയ സേനാ വിഭാഗങ്ങളുടെ ട്രൂപ്പുകളുടെ ഒക്കെ ഭാഗമായിട്ട് അവർക്ക് വേണ്ടി ചെലവാക്കിയത് മൊത്തം 10 കോടി. 350 മൃതദേഹങ്ങളാണ് സംസ്കാരത്തിന് ഉണ്ടായിരുന്നത്. ഇതില് 2,76,00,000 രൂപ. നമുക്കറിയാവുന്നതാണ്, ഈ മൃതദേഹങ്ങളെല്ലാം സംസ്കരിച്ചത് പൊതുവായിട്ടുള്ള ഒരിടത്താണ്. അത് കൂടാതെ തിരിച്ചറിഞ്ഞ മൃതദേഹങ്ങൾ വീട്ടുകാർക്ക് അവരുടെ സ്വന്തം ചെലവിൽ സംസ്കരിക്കാനുള്ള അവസരവും ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ എങ്ങനെയാണ് ഈ 2,76,00,000 രൂപ എന്ന് പറയുന്നത് ഈ മൃതദേഹങ്ങളുടെ അടക്കം ചെയ്യലിന് വേണ്ടി ഉപയോഗിച്ചത് എന്ന് കണക്ക് മനസ്സിലാകുന്നില്ല. പല മൃതശരീരങ്ങളും പാതിയും മറ്റുമായിരുന്നു, അല്ലെങ്കിൽ ചില ശരീരഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. തിരിച്ചറിയാൻ പറ്റാത്ത മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു. ഇതിനെല്ലാം അടക്കം ചെയ്യുവാൻ വോളണ്ടിയേഴ്സ്, പല മതവിഭാഗങ്ങളുടെ വോളണ്ടിയേഴ്സ് അവിടെ വന്നിരുന്നു. എന്നിട്ടും ഈ മൃതദേഹങ്ങൾ സംസ്കരിക്കുന്നതിന് ഇത്രയും ഭീമമായ ഒരു തുക എങ്ങനെയാണ് വന്നത്? വോളണ്ടിയേഴ്സിന് യൂസർ കിറ്റിനായി നൽകിയത് 2,98,00,000 രൂപ. 2,98,00,000 രൂപ തീരെ കനം കുറഞ്ഞ ഒരു തരത്തിലുള്ള മെറ്റീരിയൽ കൊണ്ടായിരുന്നു അന്ന് അവിടെ ഉണ്ടായിരുന്ന ഭൂരിഭാഗം റെയിൻകോട്ടുകളും എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള റെയിൻകോട്ടുകൾക്ക് തുച്ഛമായ തുക മാത്രമേ ആകൂ എന്ന് ഏതൊരു സാധാരണക്കാരനും മനസ്സിലാകാം. ഈ റെയിൻകോട്ട് കൂടാതെ ഒരു കുടയും ഉണ്ടായിരുന്നു. ഈ ഒരു സെക്യൂരിറ്റി മെഷറായിട്ട് അല്ലെങ്കിൽ അവർക്ക് കൊടുത്തിരുന്നത്, ഈ വോളണ്ടിയേഴ്സിന് വന്നവർക്ക് കൊടുത്തിരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. അപ്പൊ ഇതിന് 2,98,00,000 രൂപ എങ്ങനെ ചെലവായി എന്നാണ് പറയുന്നത്. അതിന്റെ കണക്ക് മനസ്സിലാകുന്നില്ല. ബെയിലി പാലം നിർമ്മിച്ചത് സൈന്യമാണ് എന്ന് നമുക്കറിയാവുന്നതാണ്. അന്ന് സൈന്യം ബെയിലി പാലം നിർമ്മിച്ചപ്പോൾ അതിന് വലിയ ഒരു വാർത്താ പ്രാധാന്യം ഉണ്ടായിരുന്നതാണ്. ഈ ബെയിലി പാലം നിർമ്മിച്ചതിന് സൈന്യത്തിന് 1 കോടി രൂപ നൽകി എന്നാണ് സർക്കാർ പറയുന്നത്. ദുരിതബാധിതരെ ഒഴിപ്പിക്കാൻ 12 കോടി രൂപ നൽകിയെന്ന് പറയുന്നത് ആശ്ചര്യജനകമായ കാര്യമാണ്. അങ്ങേയറ്റം ആശ്ചര്യജനകമായ കാര്യമാണ്. കാരണം ഈ ദുരന്തം നടക്കുന്നതിന് മുൻപേ തന്നെ ഈ ഒഴിപ്പിക്കൽ പ്രക്രിയകൾ ഏകദേശം പൂർണ്ണമായിരുന്നു. അങ്ങനെ ഒഴിഞ്ഞു പോരാത്ത ആളുകളാണ് ദുരന്തത്തിന്റെ ഭാഗമായി തീർന്നത്. ഇനി
ഈ ദുരന്തമുഖത്ത് ഒഴിപ്പിക്കലിന് സർക്കാരിന് തുക ചെലവായി എന്ന് തന്നെ ഇരിക്കട്ടെ, അങ്ങനെയാണ് എങ്കിൽ തന്നെയും അവരെ ഒഴിപ്പിച്ച ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് അല്ല കൊണ്ടുപോകുന്നത്. ഈ മേപ്പാടിയിലും ചൂരൽമലയിലും ഒക്കെ സംഭവിച്ച ഈ ദുരന്തത്തിന്റെ ബാധിതരായിട്ട് ശേഷിക്കുന്ന മനുഷ്യരെ അതിനടുത്ത് തന്നെയുള്ള സ്ഥലങ്ങളിലേക്ക്, സ്കൂളുകളിലേക്ക്, ക്യാമ്പുകളിലേക്കൊക്കെയാണ് മാറ്റിയത്. അപ്പോൾ ഇത്രയും അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലത്തേക്ക് ഈ മനുഷ്യരെയൊക്കെ കുറച്ച് മണിക്കൂറുകൾ കൊണ്ട് മാറ്റിയ ആ ഒരു സമയത്ത് എങ്ങനെയാണ് ഇതിന് ഇത്രയധികം ഭീമമായ ഒരു തുക ഉണ്ടാകുന്നത്? 12 കോടിയാണ് ഈ മനുഷ്യരെ ദുരന്ത മുഖത്തുനിന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി 12 കോടി. അതെങ്ങനെയാണ് അതിന്റെ കണക്ക് വരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. പ്രത്യേകിച്ചും പല സന്നദ്ധ സംഘടനകളുടെയും നേതൃത്വത്തിലായിരുന്നു ഈ ദുരന്തമുഖത്ത് ആളുകൾ ഒഴിപ്പിച്ചത് പോലും. അപ്പോൾ എങ്ങനെയാണ് 12 കോടിയുടെ കണക്ക് എങ്ങനെയാണ് വരുന്നത്? മിലിറ്ററിയുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് ഏകദേശം 2 കോടിയോളം രൂപ ഈ ഒരു സർക്കാർ അനുവദിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. എനിക്ക് മനസ്സിലാകാത്ത കാര്യം, ഈ ദുരന്തമുഖത്തും ആ ദുരന്തം സംഭവിക്കുന്നതിന്റെ പരിസരങ്ങളിലും പല തരത്തിലും പല ആശുപത്രികളുടെയും, അല്ലെങ്കിൽ പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട ആശുപത്രികളുടെ എല്ലാം സൗജന്യമായിട്ടുള്ള സഞ്ചരിക്കുന്ന മെഡിക്കൽ സൗകര്യങ്ങൾ അവിടെ ഉണ്ടായിരുന്നു, സഞ്ചരിക്കുന്ന ആശുപത്രികൾ ഉണ്ടായിരുന്നു. ഇവിടെ നിന്നെല്ലാം കൊടുക്കുന്ന ചികിത്സ തീർത്തും സൗജന്യമാണെന്ന് ഈ ആശുപത്രികൾ തന്നെ അറിയിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ സൗജന്യമായിട്ടുള്ള ഒരു ചികിത്സ നൽകുന്ന ഒരിടത്ത് എങ്ങനെയാണ് മിലിറ്ററിയുടെ ഹെൽത്ത് കെയറിന് വേണ്ടിയിട്ട് 2 കോടി രൂപ ചെലവഴിച്ചത് എന്ന് പറയുന്നത്? ദുരന്തമുഖത്തെ JCB, ഹിറ്റാച്ചി, ക്രെയിൻ തുടങ്ങിയവയ്ക്ക് ചെലവായത് 15 കോടി രൂപയാണെന്നാണ് പറയുന്നത്. ആര് പറയുന്നു എന്നത് അങ്ങേയറ്റം സംശയാസ്പദമായിട്ടുള്ള കാര്യമാണ്. എങ്ങനെയാണ് ഈ 15 കോടി രൂപ ചെലവായത് എന്നതും സംശയാസ്പദമായ കാര്യമാണ്. എന്തുകൊണ്ടാണെന്നല്ലേ? അത് മറ്റൊന്നും കൊണ്ടല്ല. ഈ ഹിറ്റാച്ചിയുടെ, അല്ലെങ്കിൽ ഈ സർക്കാർ സന്നദ്ധ സംഘടനകൾ ഒക്കെ വാടകയ്ക്കെടുത്ത ഹിറ്റാച്ചിയുടെ, ക്രെയിനിന്റെ, JCBയുടെ ഒക്കെ ഉടമസ്ഥർ ഈ വാഹനങ്ങൾ തീർത്തും സൗജന്യമായാണ് കൊടുക്കുന്നതെന്ന് ഈ വാഹന ഉടമകളുടെ സംഘടന രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്, അവർ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഇത്തരത്തിൽ മനുഷ്യരെ ചേർത്ത് പിടിച്ച ഒരു ദുരന്തമുഖത്ത് ഇത്തരത്തിലുള്ള കള്ളക്കണക്കുകൾ എഴുതുവാനും മാത്രം മനസാക്ഷിയില്ലാത്ത, അല്ലെങ്കിൽ ഒട്ടും തന്നെ യുക്തിബോധമില്ലാത്ത ഇത്തരം കണക്കുകൾ പടച്ചുവിടുവാനുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ചിന്ത ആർക്കാണ് ഉണ്ടായത് എന്ന കാര്യം സംശയകരം തന്നെയാണ്. ദുരന്തത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുമ്പോൾ ഇനിയുമുണ്ട് കാര്യം. അവിടെ ഭക്ഷണത്തിന് വേണ്ടി ചെലവാക്കിയതായി പറയുന്നത് 8 കോടി രൂപയാണ്. ഈ ഒരു ഭക്ഷണം കൊടുക്കുന്ന, അല്ലെങ്കിൽ ഈ ദുരന്തമുഖത്ത് ഭക്ഷണം എത്തിക്കുവാൻ വേണ്ടിയിട്ട് വിവിധങ്ങളായ രാഷ്ട്രീയ പാർട്ടികളുടെ നേതൃത്വത്തിൽ പലരും ഇവിടെ ഭക്ഷണം എത്തിക്കുവാൻ തയ്യാറായി വന്നതാണ്. അപ്പോഴെല്ലാം സർക്കാർ അതിനെ മുടക്കുകയാണ് ചെയ്തത്. ഞങ്ങൾ മറ്റുള്ള ഭക്ഷണങ്ങളൊന്നും ഇവിടെ കൊടുക്കുവാൻ അനുവദിക്കുന്നതല്ല, സർക്കാരിന്റെ നേതൃത്വത്തിൽ, സർക്കാരിന്റെ രീതിയിൽ ഭക്ഷണം വിതരണം ചെയ്യും എന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ സർക്കാരല്ല അവിടെ ഭക്ഷണം കൊടുത്തിരുന്നത്. സർക്കാരുമായി ചേർന്നുകൊണ്ട് തന്നെ സർക്കാരിന്റെ മേൽനോട്ടത്തിൽ അവിടെ ഭക്ഷണം കൊടുത്തത് കാറ്ററിംഗ് സർവീസ് സംഘടനകളുടെ സംയുക്തമായിട്ടുള്ള ഒരു സർവീസിന്റെ ഭാഗമായിട്ടാണ്. അവരിത് തീർത്തും സൗജന്യമായാണ് ചെയ്യുന്നതെന്ന് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. എന്നിട്ടും 8 കോടി രൂപ ഭക്ഷണത്തിന് വേണ്ടി സർക്കാർ ചിലവിട്ടു എന്നാണ് പറയുന്നത്. എന്ത് തരത്തിലുള്ള കണക്കാണ് ഇതൊക്കെ? 11 കോടി ദുരിതാശ്വാസ ക്യാമ്പുകളിൽ ഉള്ളവരുടെ വസ്ത്രങ്ങൾക്കായി ഉപയോഗിച്ചു എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് ഹൈക്കോടതി മുൻപാകെ വെച്ചിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ പറയുന്നത്, ഇത്തരത്തിലുള്ള ആധികാരികതയുള്ള ഒരു റിപ്പോർട്ടിന് എങ്ങനെയാണ് 11 കോടി വസ്ത്രത്തിന് വേണ്ടി ദുരിതാശ്വാസ നിധിയിലെ ചെലവാക്കി എന്ന് പറയാൻ സാധിക്കുന്നത്? കാരണം നമുക്ക് ഓർമ്മയുണ്ടതാണ്, ആ സമയത്ത് നമ്മുടെ മന്ത്രിമാരൊക്കെ മാധ്യമങ്ങൾക്ക് മുൻപിൽ വന്ന് പറഞ്ഞ ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു, ഇനി ആരും വസ്ത്രങ്ങളും ഭക്ഷണവും അഴിക്കേണ്ടതില്ല, ഇവിടെ ആവശ്യത്തിലധികം വസ്ത്രങ്ങളും ഭക്ഷണവും എത്തിയിട്ടുണ്ട്, ഓൾറെഡി ഇവിടെ എത്തിയിട്ടുണ്ട്, അതുകൊണ്ട് കൂടുതലായി ആരും അയക്കേണ്ടതില്ല എന്ന് നമ്മുടെ അധികാരികൾ തന്നെയാണ് പറഞ്ഞത്. കേരളത്തിന്റെ പല ഭാഗത്തു നിന്ന്, അല്ല ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് വയനാട്ടിലേക്ക് സഹായങ്ങളുമായിട്ട് പലരും എത്തിയിട്ടുണ്ട്, പലതരത്തിലുള്ള വസ്തുക്കൾ എത്തിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള സഹായങ്ങളെല്ലാം കിട്ടിയിട്ടുള്ള ഒരവസരത്തിൽ ഇത്തരത്തിലുള്ള കള്ളക്കണക്കുകൾ പെരുപ്പിച്ചുണ്ടാക്കുകയാണ് ഈ സർക്കാർ ചെയ്തിട്ടുള്ളത് എന്നാണ് ഇതിനടക്കം വ്യക്തമായിട്ടുള്ളത്. മുൻപ് ഈ ഒരു ദുരന്തം സംഭവിക്കുന്ന, ഈ ഒരു മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ഉണ്ടാകുന്ന ആ ഒരു സമയത്ത് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക്, CMDRF ഫണ്ടിലേക്ക് ഒരു തരത്തിലുള്ള സഹായവും നൽകില്ല എന്ന പ്രസ്താവനയുമായിട്ട് മുന്നോട്ട് വന്ന ചില സോഷ്യൽ മീഡിയ താരങ്ങളുടെ ഇത്തരം വില കുറഞ്ഞ നാടകങ്ങളെ
കേന്ദ്രീകരിച്ചായിരുന്നു നമ്മൾ അന്ന് വീഡിയോ ചെയ്തിരുന്നത്. അന്ന് അവർ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ സംശയത്തിന്റെ പുറത്ത് നിർത്തിക്കൊണ്ടായിരുന്നു സംസാരിച്ചിരുന്നത്. എന്നാൽ ആ ഒരു അവസരത്തിൽ അത്തരത്തിലുള്ള വാദഗതികളോട് ഒട്ടും തന്നെ യോജിക്കാൻ സാധിക്കുമായിരുന്നില്ല. കാരണം എല്ലാവരും നടുങ്ങി വിറച്ചു നിൽക്കുന്ന ഒരു സമയത്ത് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അത്തരത്തിലുള്ള ഫണ്ടുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കും എന്നൊരു വിശ്വാസത്തിന്റെ പുറത്താണ് നമ്മൾ എല്ലാവരും ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ അന്ന് അത്തരത്തിൽ ദുരിതാശ്വാസ നിധിയെ അങ്ങേയറ്റം പ്രതിലോമകരമായി ബാധിക്കുന്ന പ്രസ്താവനകൾക്കെതിരെ നമ്മൾ വീഡിയോയും ചെയ്തിരുന്നു. അത് ആ ഒരു സമയത്തിലേക്ക് വേണ്ടി മാത്രമാണ്. എന്താണെന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് നമ്മൾ നമ്മുടെ അധികാരികളെ വിശ്വാസത്തിൽ എടുക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമായിരുന്നു. എന്നാൽ ഇപ്പോൾ ദുരന്തത്തിന്റെ അനന്തര ഫലങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സമയത്ത് നമുക്ക് ഈ ഒരു ഫണ്ടിന്മേൽ നടക്കുന്ന തിരിമറികൾ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കുവാൻ നിർവാഹമില്ലാതെയാവുകയാണ്. അഖിൽ മാരാരെ പോലുള്ള സോഷ്യൽ മീഡിയ താരങ്ങൾ അന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെ കുറിച്ച് ഉന്നയിച്ച വാദങ്ങളെ അല്പമൊക്കെ ശരിവെക്കുന്നതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട് എന്ന് പറയാതെ വയ്യ. പക്ഷേ അഖിൽ മാരാർ അന്നത് പറഞ്ഞതിനോട് എനിക്കിപ്പോഴും വിയോജിപ്പ് തന്നെയാണ് ഉള്ളത്. മറ്റൊന്നും കൊണ്ടല്ല, അത് പറയേണ്ട സാഹചര്യം അതായിരുന്നില്ല എന്നതാണ്. ആ സാഹചര്യം മാറിയിരിക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുമ്പോൾ ഇതിനെതിരെ ശക്തമായ അന്വേഷണങ്ങൾ നടക്കേണ്ടതുണ്ട്. എന്നാൽ ഈ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി തന്നെ നേരിട്ട് വിശദീകരണങ്ങളുമായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അത് മറ്റൊന്നുമല്ല, ഇത് യഥാർത്ഥത്തിൽ വയനാട്ടിൽ നടന്ന യഥാർത്ഥത്തിലുള്ള ദുരന്ത നിവാരണ ഫണ്ടിന്റെ വിനിയോഗിക്കലിനെ സംബന്ധിച്ച രേഖയല്ല. പകരം ഇത് കേന്ദ്രത്തിന്റെ സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന ഒരു റിപ്പോർട്ടാണെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഇനി ഏതൊക്കെ തരത്തിലാണ് ഇതിന്റെ ന്യായീകരണങ്ങൾ എന്ന് ഇനി വരും ദിവസങ്ങളിൽ കൂടി മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അങ്ങനെയാണ് എങ്കിൽ തന്നെ ഇത് ഹൈക്കോടതിക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഇതിന്റെ ആധികാരികത കുറെ കൂടി നമുക്ക് വ്യക്തമാകേണ്ടതുണ്ട്. അങ്ങനെയാണ് എങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഫണ്ട് മുഖ്യമന്ത്രി പറയുന്നത് പോലെ ആണ് എങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു സംസ്ഥാനത്തിന് ലഭിക്കേണ്ട സഹായത്തിന് വേണ്ടി തയ്യാറാക്കിയതാണ് ഈ റിപ്പോർട്ട് എങ്കിൽ അതിൽ നമുക്ക് ആക്ഷേപം പറയുവാൻ സാധിക്കുന്നതല്ല. പക്ഷെ അങ്ങനെയല്ല, ഇതാണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതൊരു പെരുപ്പിച്ചുണ്ടാക്കിയ റിപ്പോർട്ടാണ് എങ്കിൽ അതിനെതിരെ ശക്തമായി പ്രതികരിക്കേണ്ടതുണ്ട്. ഈ ഒരു കാര്യം നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഇപ്പോഴും നമ്മുടെ തൃശ്ശൂരുള്ള തമ്പുരാൻ ഇതിനെക്കുറിച്ച് യാതൊന്നും മുരിയാടുന്നില്ല എന്ന കാര്യം പ്രത്യേകമായി ഓർക്കേണ്ടതുണ്ട്. കേന്ദ്ര സഹായം എപ്പോഴെങ്കിലും നമ്മുടെ സംസ്ഥാനത്തിന് ലഭിക്കുമോ എന്ന് ഇന്നൊരു റിപ്പോർട്ടർ തൃശൂർ തമ്പുരാനായ സുരേഷ് ഗോപി ജിയോട് ചോദിക്കുകയുണ്ടായി. അയാൾ പറഞ്ഞത് നിങ്ങളുടെ മുഖ്യമന്ത്രിയോട് പോയി ചോദിക്കാനായിരുന്നു. മുഖ്യമന്ത്രിയോട് ചോദിക്കേണ്ടത് മുഖ്യമന്ത്രിയോട് ചോദിക്കുവാനും സുരേഷ് ഗോപിയോട് ചോദിക്കേണ്ടത് സുരേഷ് ഗോപിയോട് ചോദിക്കുവാനും മാധ്യമങ്ങളെ ആരും പഠിപ്പിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ സ്വന്തം ഉത്തരവാദിത്വത്തിൽ നിന്നും ഒളിച്ചോടിക്കൊണ്ട് സുരേഷ് ഗോപി നടത്തുന്ന ഇത്തരം പൊറാട്ട് നാടകങ്ങൾ ഇനിയെങ്കിലും അവസാനിപ്പിക്കേണ്ടതുണ്ട്.